வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்று வித என்று விழ்தூவும் மழை என்ற இதயம் நைவ தோட்டம் பூ பூக்குதே. എണീറ്റോ? ഇല്ല മോളെ, ആന വന്ന് കുത്തിയാ പോലും അവൾ എണീക്കൂല. എന്നാ ഞാൻ പോയി വിളിക്കാം. അവൾ എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ഓ, മോള് സുഖമായിട്ട് ഉറങ്ങാലേ? ശരിയാക്കി തരാം. അയ്യോ, എന്താടി പട്ടി? പോയി കുളിച്ചു പാടി, ക്ലാസ്സിന് പോകാൻ ടൈമായി. ഇന്ന് നിന്നെക്കൊണ്ടാ ഇത്രയും നേരം വൈകിയേ. ഇന്നാ തള്ളയുടെ വായിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വരും. ആഹാ, കക്ഷി ഇന്നും ഉണ്ടല്ലോ അവിടെ. ഇവൻ എന്നോട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴോ തിരിച്ച് ഇഷ്ടമെന്ന് പറഞ്ഞേന്. അതിന് ദൈവം എറിയാനറിയുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ലല്ലോ. ഹായ്, എന്നാ ഞാൻ ക്ലാസ്സിലോട്ട് പോവാണ്. ഇപ്പം തന്നെ ലേറ്റായി. ഇവൻ ഇത്രക്ക് പേടിത്തൊണ്ടനായിരുന്ന അവൻ്റെ പ്രേമവും മണ്ണാക്കൊട്ടയും. വാ, ക്ലാസ്സിലോട്ട് പോവാ. May I come in, sir? യെസ്, കം ഇൻ. ഇതെൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ടും നിങ്ങളെ ഞാൻ ക്ലാസ്സിൽ കയറ്റിയത്. ഇനി ലേറ്റായി വരരുത്. എനിവേ, മൈ നെയിം ഈസ് ആൽവിൻ തോമസ്. നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ അന്ന. ഞാൻ സാറാ. ഇയാൾക്കെന്താ പേരില്ലേ? എൻ്റെ പേര് ഇവ. ഈ വാലും തുമ്പൊന്നുമില്ലേ ഇവയ്ക്ക്? തൽക്കാലം അതൊക്കെ വേണ്ടെന്ന് വെച്ചു. എന്നാ സീറ്റിൽ പോയിരുന്നോ? ഡീ, എന്ത് ലുക്കാലേ അങ്ങേരെ കാണാൻ. ഓ, അങ്ങേരെ കാപ്പി കണ്ണ്. മിണ്ടാണ്ടിരുന്നോ, അല്ലെങ്കിൽ ഇവിടുന്ന് തൂക്കി എറിഞ്ഞാൻ. ഓ, അവൾക്ക് പിന്നെ ആണുങ്ങൾ അലർജിയാണല്ലോ. ടീ, ഇവ ഇനി മറ്റേതെങ്ങാനും ആണോ? മറ്റേതോ അല്ല ഈ ലെസ്ബിയൻ. ഇതെങ്ങാനും അവൾ കേട്ടാ ദാ ആ പൊട്ടിയ ബെഞ്ചെടുത്ത് നിൻ്റെ തലക്കടിക്കും. ഞാനൊരു സംശയം പറഞ്ഞല്ലേ. ടീ, സാറ് നമ്മളെയാണ് നോക്കുന്നേ? ആണെന്ന് തോന്നുന്നു. ഓ, ഇവനിനി എന്ത് പുതിയ നാടകം കളിക്കാനായിട്ടാ ഇങ്ങോട്ട് എഴുന്നള്ളിയേ. ഹായ് ഗായ്സ്. ഹായ് സാർ. നിങ്ങൾ വീട്ടിൽ പോവാൻ ഇറങ്ങിയോ? ഇല്ല സാർ, ഇറങ്ങാൻ പോവാ. നിങ്ങളുടെയൊക്കെ വീട് ഇവിടെ അടുത്താണോ? ആ, അതെ സാർ, ഇവിടെ അടുത്ത് തന്നെയാ. ഇവ ഒന്നും സംസാരിക്കാത്ത ടൈപ്പാണോ? ആഹാ, സാറിന് പേരയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റിയ പേരൊന്നുമല്ലല്ലോ. എന്ത് സാർ? ഏയ് ഒന്നുമില്ല, എനിക്ക് ഭയങ്കര മെമ്മറി പവറാ. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? നീ ചൂടാവല്ലേ, നമുക്ക് പോവാം. എന്നാ ബൈ സാർ, ഞങ്ങൾ പോവാണേ. ഓക്കെ ബൈ. ആള് ഭയങ്കര പരിത്തിലാണല്ലോ. ശരിയാക്കാം. ഹലോ മമ്മ. അവള് എന്തു പറഞ്ഞു?
എന്ത് പറയാൻ, എന്നെ കണ്ടത് മുതൽ മുഖം വീർപ്പിച്ച് നടക്കുക കക്ഷി. ഡാ, ഇനി നീ അവളെ വേദനിപ്പിക്കരുത് മോനെ. ഇല്ല മമ്മ, മമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവളെ വേദനിപ്പിക്കുമെന്ന്? എന്നാ ശരി മോനെ, മമ്മ വെക്കുവാണേ. ഓക്കെ മമ്മ. உன்னை நினைச்சு நினைச்சு உருகி போனேன் மெழுகா, நெஞ்ச உதைச்சு உதைச்சு பறந்து போன அழகா, யாரோ அவளோ என்னை தீண்டும் காற்றின் விரலோ, யாரோ அவளோ தாலாட்டும் தாயின் குரலோ, உன்னை நினைச்சு நினைச்சு உருகி போனேன் மெழுகா, நெஞ்ச உதைச்சு உதைச்சு பறந்து போன அழகா. ആ സാറിനെ കണ്ടപ്പോള്ള രണ്ടിൻ്റെ ഇളക്കം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ഇച്ഛായം വിളിക്കട്ടെ, ശരിയാക്കി തരാം ഞാൻ. അയ്യോ, ഇവളെൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കുവോ? കുട്ടിച്ചോറാക്കും, അതിനെന്താ സംശയം? ഇന്നടി ഫോൺ വിളിച്ച് പറയ്. യൂട്യൂബ് ബ്രൂട്ടേഴ്സ്, ഞങ്ങൾ രണ്ടുപേരും സിംഗിളാണ്. നിനക്ക് മാത്രം ലൈൻ ഉണ്ടായിട്ട് എനിക്കൊരു സമാധാനം ഇല്ലടി. തെണ്ടി പൊന്നെ കരളെ, ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ആസ്വദിക്കാനുള്ളതാടി. സൗന്ദര്യം ആസ്വദിക്കാൻ നിനക്ക് അത്രക്ക് പൂതിയാണ്. നീ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചോടി. ഈ ചെറ്റ ഞാൻ ഇന്ന് എടി പ്രകൃതി, അത് ഗേളല്ലേ? ഗേളോ? ആ, നീ കേട്ടിട്ടില്ലേ പ്രകൃതി ദേവത, പ്രകൃതി മാതാവ് എന്നൊക്കെ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കരുത് എന്നാണ്. എന്ത്? അപ്പം നമ്മൾ ലെസ്ബിയാനാവും? ആണാ? നിനക്ക് ഇത്രയൊക്കെ വിവരം ഉണ്ടായിരുന്ന? പിന്നല്ലാതെ. ഈ അറിവ് നമുക്ക് പത്രത്തിൽ കൊടുക്കാം. എഴുതിയതാണല്ലേ, കാറ്റടിച്ച് പറഞ്ഞില്ലേ. നിങ്ങൾ നടന്നോ, ഞാൻ വാഷ്റൂമിലൊന്ന് പോയിട്ട് വരേ. ഓക്കെ, വേഗം വരണേ, ക്ലാസ് തുടങ്ങാനായി. ഓക്കെ ഡി. മാറി നിക്കട പട്ടി. അയ്യോ, പട്ടിയെന്നോ? ഇച്ചായ എന്ന് വിളിയടി. അതിന് നീ ഏതട ചെറ്റെ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? ഇല്ല. ഓക്കെ, എൻ്റെ കൊച്ച് മറന്നു പോയതായിരിക്കും. ഇച്ചായൻ ഓർമ്മിപ്പിച്ച് തരാം. വീടട തെണ്ടി. ഓയ് ഭാര്യേ, പട്ടി നാറി. പെണ്ണിൻ്റെ ലിപ്പ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കണം. എൻ്റെ ചുണ്ട് പട്ടി. നീ ആരെയാടി ഈ പെരുവരുത്തോണ്ട് വരണേ? ഓ, നിങ്ങൾ ക്ലാസ്സിൽ കയറില്ലേ? അല്ല, നിൻ്റെ ചുണ്ടിന് എന്ത് പറ്റി? ഓ, ഒരു പട്ടി കടിച്ചതാ. എന്ത് പട്ടി കടിച്ചതാ? ഏയ്, ഒന്നുമില്ല, നിങ്ങൾ വാ. എന്നാലും അവളെ ചുണ്ടിന് എന്ത് പറ്റി? ഓയ്. ആരിത്, സാറോ? അല്ല, മൂന്നാമത്തവളെവിടെ? അവളിന്ന് വന്നിട്ടില്ല. എന്തു പറ്റി? അതവൾക്ക് വയറുവേദനയാ. ഓ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ സാർ. അത് എനിക്ക് ഇവയെ ഇഷ്ടോ? വാട്ട്? യെസ്, ഐ ലവ് ഹർ. ചിരിക്കാൻ മാത്രം ഇപ്പം ഞാൻ എന്താ പറഞ്ഞേ? സോറി സാർ. എൻ്റെ പൊന്ന് സാറേ, സാറിന് അവളെ പ്രേമിക്കാൻ കിട്ടിയുള്ളൂ, വേറെ ആരെയും കിട്ടിയില്ലേ? അതെന്താ? അവൾക്ക് ഈ പ്രേമം എന്നൊക്കെ കേട്ടാൽ തന്നെ ബാധളകും. വാട്ട് ആർ യു സെയിങ്? ദാറ്റ് ഷീ ഡസ് നോട്ട് ലൈക്ക് ലവ്. സാർ, ഇത് ഞങ്ങളോട് പറഞ്ഞത് നന്നായി. അവളോട് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അവൾ ചെരിപ്പൂരി അടിച്ചേനെ.
സാർ അവളെ വിട്ടേരെ. അവളെ വിടാനല്ലോ ഞാൻ അവളെ സ്നേഹിച്ചേ. എന്ത് സാർ? ഏയ് ഒന്നുമില്ല. എന്നാ ശരി സാർ, ഞങ്ങൾ പോട്ടെ. ഓക്കെ. പ്രണയത്തെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കുന്ന അവൾക്ക് പ്രണയം ഇഷ്ടമല്ലെന്നോ? ഇച്ചായ എന്നെ വിട്ട് പോവല്ലേ, എനിക്ക് ഇച്ചായനില്ലാതെ പറ്റില്ല, പ്ലീസ്. നോക്കി വാ, ഐ എം റിയലി സോറി. എനിക്ക് നിന്നേക്കാൾ വലുത് എൻ്റെ വീട്ടുകാരാ. അവർ പറയുന്ന പെണ്ണിനെ ഞാൻ കെട്ടുള്ളൂ. ഇച്ചായ പ്ലീസ് ഡോണ്ട് ലീവ് മീ, ഞാൻ കാല് പിടിക്കുക. ഐ എം സോറി വാ, പ്ലീസ് ലീവ് മീ. ഇച്ചായ നീ എന്തിനാ കഴിയുന്നേ? നിന്നെ വേദനിപ്പിച്ചവരെ നിനക്കും വേണ്ട, അത്ര തന്നെ. ഇവ എനിക്കൊരു റിപ്ലൈ കൊണ്ടെത്താൻ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് ഇഷ്ടമല്ലാന്ന്. ഓ ഇങ്ങേരും ഇവിടെ ഉണ്ടായിരുന്നു, ഓണിച്ച് തരാം. നീ വാ, നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. വാ എൻ്റെ കൂടെ. എൻ്റെ കയ്യിന്ന് വിട്. സാർ അവളുടെ കയ്യിൽ നിന്ന് വിട്. എനിക്ക് ഇഷ്ടം അവളുടെ കൈ പിടിക്കും. അത് ചോദിക്കാൻ നീ ആരാടാ? ഇത് മറ്റേതാടി, ജലസ്. എൻ്റെ കയ്യിന്ന് വിടാൻ. സാറിൻ്റെ വീട്ടിലുള്ളവരുടെ കൈ കയറി പിടിച്ചാൽ മതി. ആ അധികാരം ഇവളുടെ നേർക്ക് വേണ്ട. ഞാൻ മിന്നി കെട്ടിയ എൻ്റെ പെണ്ണിൻ്റെ കൈ ഞാൻ പിടിക്കാതിരിക്കെ എന്തെങ്കിലും ചെയ്യും. അത് ചോദിക്കാൻ ഒരുത്തനും വരണ്ട. മിന്നി കെട്ടിയ പെണ്ണ് ഭാര്യ, അതപ്പോ എന്നെ താഴെ ഇറക്ക്, എല്ലാവരും ശ്രദ്ധിക്കുന്നു. താഴെ ഇറക്കട പട്ടി തെണ്ടി തെറ്റ്. അതെ, നീ എവിടെ പോവാ? നിന്റെ കുഞ്ഞമ്മയുടെ വീട്ടില്. ഭാര്യ ഭർത്താവിന്റെ കൂടെ എപ്പോ എത്തി? അത് സാറമ്മോ, മാഡത്തിന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ലേ, അപ്പോഴൊരു ദേഷ്യത്തിന് നീ കരയല്ല. സോറി, എന്നോട് ക്ഷമിക്കും. ഞാൻ മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല. എന്നെ നീ വൃത്തികേടുകൊണ്ടാ. കരച്ചിലൊക്കെ നിർത്തി എന്നിട്ട് സ്റ്റോറി പറ. അതെ, Smooth like butter, like a criminal undercover. Gone pop like butter, break in your heart like that. Ooh, cool shades, yeah, I want it all. എൻ്റെ പൊന്ന് ചേച്ചി, ആ കൈതരാഗൊന്ന് നിർത്തുവോ? അല്ല, ആ പാട്ടൊന്ന് നിർത്തുവോ ഇന്ന്? നീ എന്താടാ ഇന്ന് ക്ലാസ്സിന് പോവാഞ്ഞേ? അത് പനിയാ. പനി തന്നെ ആണോടാ? ആണേച്ചി, സത്യം. കണ്ടാ ഞാൻ വരക്കണേ. മതി കൂടുതൽ അഭിനയിച്ചിട്ട് തകർക്കണ്ട. മോൻ പോവാൻ നോക്ക്. നീ എവിടെയാടി കോപ്പേ? കോളേജ് വിടാൻ സമയമായി. ഒരു 10 minutes ബേബ്, ഞാൻ ഇപ്പം എത്തും. ഓ, ഒന്ന് വേഗം വാടി പട്ടി. ഓക്കെ ഇതാ വരണം. മമ്മ, ഞാൻ പോയി. ഹലോ, ഒന്ന് നിന്നേ. എങ്ങോട്ടാ? തീരം കലാപരിപാടിയായ വായ നോക്കാൻ, അല്ലാതെ എങ്ങോട്ട് പോവാൻ അവള്? പട്ടി, ഞാൻ വായി നോക്കാനൊന്നല്ല പോകുന്നേ. പിന്നെന്തിനാണാവോ പോകുന്നേ? നിന്റെ കുഞ്ഞമ്മയെ കെട്ടിക്കാൻ. കണ്ടോ മമ്മ കണ്ട, അവളെന്റെ കുഞ്ഞമ്മക്കൊക്കെ വിളിക്കുന്നു. ഓ നിർത്തിക്കോണ രണ്ടും. നിനക്ക് ജോലിക്കോ പഠിക്കാനൊക്കെ പൊക്കൂടിന്റെ കൊച്ചേ. ഈ ജോലിയൊക്കെ പോയി സമയം വെറുതെ എന്തിനാ കളയുന്നേ? അല്ലാതെ ജോലിക്ക് പോവാനുള്ള മടിയല്ല. ചെറുക്ക, നീ എൻ്റെ ഒരു കൈ അകലത്തുനിന്ന് വിട്ടു നിന്നോ. ഞാൻ പോവാ. അയ്യാ,
ഇതെന്താടി? ഇതെൻ്റെ ന്യൂ ഹെയർ സ്റ്റൈലാ. കളക്ഷനൊക്കെ വളരെ കുറവാ. അതെ. ഇതിപ്പോ എല്ലാ അവളുമാരുടെയും കൂടെ ഉണ്ടല്ലോ ഓരോരുത്തന്മാര്. എൻ്റെ വേൾഡ് വൈഡ് ഹാൻഡ്സം മുഖം കണ്ടിട്ട് അവളുമാർക്ക് എങ്ങനെ അവന്മാരുടെ കൂടെ പോവാൻ തോന്നണേ? അവൻ തുടങ്ങി അവൻ്റെ വേൾഡ് വൈഡ് ഹാൻഡ്സം മോന്ത. എന്താടി എൻ്റെ മുഖത്തിന് കുഴപ്പോ? ഒരു കുഴപ്പമില്ല. സമന്ത വരെ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തതാ. ഏത്? ആ മീൻകാരി സമന്തയോ? ഓക്കെ എൻ്റെ മോനെ സമ്മതിച്ച്. നീ വേൾഡ് വൈഡ് ഹാൻഡ്സം പോയി തന്നെ. അല്ല പിന്നെ നീ എന്താ ആ അക്ഷയുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാത്ത? അവൻ നല്ല പയ്യനാടി. എടാ നീ കേട്ടിട്ടില്ലേ, ലവ് ഈസ് ദ റൈറ്റ് സയൻസ് ഓഫ് ബ്രീത്തിങ് വേർ ഡീപ് റെഗുലേറ്റഡ് ആൻഡ് റിതമിക് ബ്രീത്തിങ് ഈസ് ഡൺ അലോങ് വിത്ത് മെൻ്റൽ പ്യൂരിഫിക്കേഷൻ. അവൾ തുടങ്ങി അവളുടെ സാഹിത്യം. എൻ്റെ പൊന്നെ, ആ സമ്മതിച്ച്. നീ ആ മേൽ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. അത് മാത്രമല്ല, ഈ വായി നോക്കി നിൽക്കുന്ന സുഖം ഒരു പ്രേമത്തിനും കിട്ടൂല കൽബേ. അത് ശരിയാ. വാ മതി പോര്, എല്ലാരും പോയി. മമ്മ ഒരു ഗ്ലാസ് വെള്ളം വേണ, ഇവിടെ ഒന്ന് കുടിയടി. ഈ മമ്മ ഇന്ന ചേച്ചി വെള്ളം. ചാവാൻ കിടന്നാൽ പോലും വെള്ളം കൊണ്ടുതരാത്ത മുതല. ഇതിലിനി വിഷം കാണാൻ കലക്കിയിട്ടുണ്ടോ? ഇല്ല ചേച്ചി ധൈര്യത്ത് കുടിച്ചോ, വിഷമൊന്നും കലക്കിയിട്ടില്ല. ചേച്ചി ചേച്ചി എന്താടാ? നാളെ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. അതിന് ഞാൻ എന്ത് വേണം? ചേച്ചി വരണം മീറ്റിങ്ങിന്. അതിന് ഞാൻ നിന്റെ പാരന്റ് അല്ലല്ലോ. അഭിനയിച്ചാ മതി. നിന്റെ വെള്ളം കൊണ്ടുവരല് കണ്ടപ്പോഴേ തോന്നി എന്തോ കാര്യം സാധിപ്പിക്കാനുണ്ടെന്ന്. പ്ലീസ് ചേച്ചി വരുവോ? ഒന്ന് പോടർക്ക, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. വെറുതെ വേണ്ട, 2000 രൂപ തരാം. 2000 രൂപ? ഓക്കെ ഞാൻ വരാം. നാളെ വരില്ലേ? ഇല്ലടാ, ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്. വർക്കോ? തേരാപാര നടക്കുന്നു നിനക്കോ? നീ പുച്ഛിക്കണ്ട, 2000 രൂപൻ്റെതാ, അതും വെറും 1 മണിക്കൂറിന്. സത്യം? അല്ല ആരാ വർക്ക് തന്നെ? പാലക്കൽ തറവാട്ടിലെ അബ്രഹാം മാത്യുവിൻ്റെയും ട്രേസിയ മാത്യുവിൻ്റെയും രണ്ടാമത്തെ അരുമ സന്താനമായ ആദം മാത്യുവാണ് എനിക്ക് വർക്ക് തന്നത്. ഇതെങ്ങനെ പറ, അല്ലാതെ നിനക്കൊക്കെ ആര് തരാൻ? ആര് തന്നാലും പൈസ കിട്ടിയാ പോരെ. എന്നാ ശരി, ഞാൻ വെക്കുവാ. എന്നാ ഓക്കെ. എടാ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇനി പാരൻസ് മീറ്റിംഗ് എങ്ങനെ മാറ്റി വെച്ചോ? ചേച്ചി നടക്ക്, എല്ലാരും വരാനാവുന്നല്ലേ ഉള്ളൂ. മേയ് കമ്മിങ് മാം? യെസ് കമ്മിങ്. നിങ്ങൾ ആദത്തിൻ്റെ അമ്മയാ? ഇത്ര ചെറിയ അമ്മയോ? പെട്ട്. എന്നോടെല്ലാവരും പറയുന്നുണ്ട് നിന്നെ കണ്ട ഒരു 18 പ്രായമേ വരുള്ളൂന്ന്. എന്ത് ചെയ്യാനാ, സൗന്ദര്യം കൂടിപ്പോയത് എൻ്റെ തെറ്റല്ലല്ലോ. ഓക്കെ സി മാം, നിങ്ങൾക്ക് ഈ ആദം ചെയ്തത് എന്താണെന്നറിയില്ലേ? കർത്താവേ, നല്ല കാര്യമാണോ അതോ ചീത്തതോ? അറിയാം. നിങ്ങളെത്ര സിമ്പിളായിട്ടാ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ച കാര്യമൊക്കെ പറയുന്നത്. എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചതാ? പട്ടി, ഇതായിരുന്നല്ലടാ തെണ്ട് നിന്റെ പാരൻസ് മീറ്റിംഗ്. സോറി, ഒരു കയ്യപ്പത. പൊടച്ചേറ്റെ, ഇതൊരു വലിയ ഇഷ്യൂ ആണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്തേ പറ്റൂ. ചേച്ചി ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കിക്കൊണ്ടാ. ചേച്ചിക്ക് 2 5 ആക്കി തരാം. 5? പ്ലീസ്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കി തരണം. സോറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്ലീസ് മാം, എൻ്റെ കുഞ്ഞിൻ്റെ പഠിപ്പ് നഷ്ടപ്പെടുത്തരുത്. അവനില്ല എൻ്റെ എല്ലാ പ്രതീക്ഷയും. വീട്ടിൽ പട്ടിണിയാ, അവൻ പഠിച്ച് വളർന്നിട്ട് വേണം വീട്ടിൽ ദാരിദ്ര്യമൊക്കെ മാറ്റാൻ. ഓക്കെ, നിങ്ങളൊന്ന് സമാധാനിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, കോളേജ് ഡയറക്ടർ ഒന്ന് കണ്ടു നോക്ക്. അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്ടറെങ്കിൽ ഡയറക്ടർ. വാടാ മോനെ. മേയ് കമിങ് സർ? യെസ്. ഇത്ര ചെറിയ ഡയറക്ടർ, മുടിഞ്ഞ ലുക്കാണല്ലോ. ഇരിക്കൂ. ഹലോ സർ,
ഞാൻ ഇവൻ്റെ അമ്മയാ. അതിന് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചതിലെ ആ കൊച്ചിൻ്റെ അമ്മയാ. ഓ, ഇവനാണല്ലേ കക്ഷി. അവനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം. അവനെ ഇതിൽ പെട്ടുപോയതാണ്. എനിക്ക് ഭർത്താവില്ല. ഞാനിവനെ കഷ്ടപ്പെട്ടാ വളർത്തുന്നേ. ഓ, ഐ സീ. ഇവൻ്റെ ഭാവി നശിപ്പിക്കരുത്. ഇവനില എൻ്റെ എല്ലാ പ്രതീക്ഷയും. ഓ, എൻ്റെ ചേച്ചി ഒരു സംഭവം തന്നെ. നിങ്ങൾ കരയിലെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ഓ, നശിപ്പിക്കാൻ ആരാണിപ്പോ? ആ ഫ്ലോ അങ്ങോട്ട് പോയി. ആ, വരൂ അങ്കിൾ. ഇവനെന്താ ഇവിടെ? ഒന്നെങ്കിൽ ഇയാള് കൊല്ലും, അല്ലെങ്കിൽ പപ്പ കൊല്ലും. എൻ്റെ മരണം എന്തായാലും സംഭവിക്കും. ആഹോ, എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ആ അങ്കിൾ, ഇവരുടെ മകനാ ആ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചത്. നിനക്ക് ഞാനറിയാത്ത മകനാ? ഇവിടെ ഇനി LKG-യിലെങ്ങാനാണോ? എന്നിട്ട് മകനെവിടെ? ഇതാണ് അങ്കിൾ അവരുടെ മകന്. ഓ, എന്റെ രണ്ടാമത്തെ മകനായിരുന്നോ? എന്നാ ശരി സാർ, ഞങ്ങളങ്ങോട്ട്. എങ്ങോട്ട്? അല്ല, പോയിട്ട് തിരക്കൊക്കെ ഉണ്ട് അല്ലേടാ മോനെ. ആ കോളേജിന്റെ മുന്നിൽ നിന്ന് സീനെടുക്കലായിരിക്കും നിന്റെ തിരക്ക്. എല്ലാം ഇപ്പൊ കഴിയുന്നു. എന്താ ഇച്ചായ? ഇച്ചനോട് ഞാൻ പറയാൻ വന്നതിന് സോറി. ഐ ആം റിയലി സോറി. പോവി, ഇച്ചായനാ ഇവളുടെ ഭർത്താവ് മരിച്ചെന്നല്ലേ പറഞ്ഞേ? അതുമല്ല, ആൻറ്റി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങേരിഞ്ഞ് രണ്ടാമത് കെട്ടിയാ? ഇപ്പൊ പിണക്കം മാറാൻ ഇത് മതി കേട്ടോ. എടാ, വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ട. കാന്താരി. അങ്കിള് രണ്ടാമത് കെട്ടിയോ? കെട്ടിയതൊന്നുമല്ല, എന്റെ മൂത്ത സന്താനം രണ്ടാമത്തും അത്. ഇവയാണോ അത്? അതെ, ഇവ തന്നെ. ആളൊരു കൊച്ചു കാന്താരിയാണല്ലോ. ഡാ, മര്യാദക്ക് നിന്നോ, അല്ലെങ്കിൽ നിന്റെ തല ഞാൻ തല്ലിപ്പൊടിക്കും. സോയി ചേച്ചി, നമുക്ക് പിന്നെ കാണാം. കർത്താവേ, എല്ലാവരും ഉറങ്ങിയാ മതിയായിരുന്നു. ബാൽക്കണി വഴി കയറാം. മുൻവശം ഡോർ ഓപ്പൺ ആണല്ലോ. ഇവരാരും ഉറങ്ങിയില്ലേ? ആ, മമ്മ തുറന്നു വെച്ചതാവും എനിക്ക് കയറാൻ. അല്ലെങ്കിൽ എൻ്റെ മമ്മ പണ്ടേ പൊളിയാ. ഒന്നവിടെ നിന്നേ. പെട്ട്. ഹായ്, സുഖല്ലേ? ഓ, എന്റെ രണ്ടാമത്തെ ഭാര്യ എപ്പോ എത്തി? നീ വല്ലാതെ കിണിക്കല്ലേ. അവളുടെ അമ്മ വേഷം ഭാര്യ വേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതാ. അവളുടെ ഒരു പ്രത്യേക സാഹചര്യം. എന്നാ ഞാനങ്ങോട്ട് നിൽക്ക്, പോവാൻ വരട്ടെ. നിന്നെ നാളൊരു കൂട്ടര് പെണ്ണ് കാണാൻ വരും. വാട്ട്? അത് നടക്കില്ല. എന്തുകൊണ്ട് പറ്റില്ല? എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ഞാൻ നിന്റെ തന്ത അബ്രഹാം മാത്യു ആണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും. ഞാൻ പാലക്കൽ തറവാട്ടിലെ അബ്രഹാം മാത്യുവിൻ്റെ മകളായ ഇവാ മാത്യു ആണെങ്കിൽ ഇത് ഞാൻ നടത്തില്ല. ഇച്ചായ, അവളൊരു മയത്തിലൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിപ്പോൾ അവൾക്ക് വാശി കൂടിയിട്ടുണ്ടാവും. എനിക്കറിയാം അവളുടെ വാശി എങ്ങനെ മാറ്റിയെടുക്കണമെന്ന്. ഹലോ, എന്തായടി? പൈസ കിട്ടിയാ? പൈസ അല്ല ആ കിട്ടി. 2 അല്ല 5 കിട്ടിയേ. ആണോ? ഏടാ, നമുക്കത് 50-50 എടുക്കാം. സത്യം? സത്യം. നമ്മൾ എന്ത് കിട്ടിയാലും അത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെന്നാ. സോറി ഇവ, ഞാൻ നിനക്ക് തരാതെ ഇന്നലെ മന്തി അൽഫാമും തിന്നു. ഐ ആം റിയലി സോറി ഇവ. മന്തിയോ? ചേറ്റ പൊട്ടി. നാളെ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? ശരിയാക്കി തരാം. അത് സാരമില്ലടാ, നീ ഇനി ഷെയർ ചെയ്താൽ മതി. നാളെ ഒരു 10 മണിയാകുമ്പോൾ പോരിട്ടോ. അതെന്താ, അപ്പോഴാണോ പൈസ കൊടുക്കല്? അതെ.
അപ്പോൾ നാളെ 10 മണിക്ക്. എന്നാ ഓക്കെ. ശരിയടി. The next day. ഈ വന്നവർക്ക് ഇതിൽ വേഷം കലക്കി കൊടുത്താലാ? അത് വേണ്ട, ജയിലിൽ പോവേണ്ടി വരും. ട്രേസി മോളെ വിളിച്ചോളൂ. ഈ പൊറട്ട തെണ്ടി എവിടെ പോയി കിടക്കാണെന്നാവാം. നീ വാ മോളെ. അവൻ വന്നിട്ടില്ല കേട്ടോ, ഇപ്പം എത്തും മോളെ. അയ്യോ വരണമെന്നില്ല. ഹായ് ഗേയ്സ്. ഇവിടെ എന്താ ഞാനറിയാത്തൊരു പരിപാടി? ലുക്ക് ആൻറ്റി, ഞാനും ഇവനും കഴിഞ്ഞ 8 വർഷമായി പ്രണയത്തിലാ. എപ്പോ? മിണ്ടാണ്ടിരട പൊട്ടി. ഞാൻ ഇത് ഇവരോട് പറഞ്ഞതുമാണ്. സത്യമായിട്ട് എനിക്കിതിൽ പങ്കില്ല. ഐ ആം റിയലി സോറി ആൻറ്റി, എന്നോട് ക്ഷമിക്കണം. അയ്യേ മോൻ സങ്കടപ്പെടല്ലേ. സോറി അങ്കിൾ. അവരുടെ മനസ്സിൽ ഇങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തി കൊടുത്തേരെ. എന്റെ പൊന്നു മോനെ, അവളെ കുറിച്ച് നിനക്ക് അറിയാത്തോണ്ടാടാ. ഇതല്ല, ഇതിന്റെ അങ്ങേപ്പൂർവ്വം അവള് കളിക്കും. അതേടാ, അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാ. എന്നാ ഞങ്ങൾ പോട്ടെ. അങ്കിൾ, ഇവയെ എനിക്ക് തരുമോ? എന്ത് മോനെ? ഇവയെ എനിക്ക് എൻ്റെ പെണ്ണായി തരുമോ എന്ന്. അതിനെന്താ, എനിക്ക് 100 വട്ടം സമ്മതമാ. അവളെ കണ്ടപ്പോൾ തൊട്ടേ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇഷ്ടം അവളോട് തോന്നി. അതുമല്ല, അവളെ സ്വന്താക്കണമെന്ന് ഉള്ളിന്നാരോ പറയുന്നത് പോലെ. എന്താടി, നീ എന്നെ കൊലക്ക് കൊടുക്കുവോ? അതിനെന്താ സംശയം? ഇതായിരുന്നല്ലടി പട്ടി നിന്റെ 50-50. എന്തോ ഒരു കടം ബാക്കിയുണ്ട്. എന്ത് കടം? നീ എന്നെ കൂട്ടാതെ മന്തി അല്പം കഴിക്കാൻ പോ. അല്ലടാ ചേച്ചേ. അയ്യോ പെട്ട്. ഇന്നെന്താ കോളേജിൽ വല്ല സമരം ഉണ്ടാ? ഒറ്റൊന്നിനെയും കാണുന്നില്ലല്ലോ. ആരും നീ ഒന്ന് വെയിറ്റ് ആക്ക്. ഓയ് മാതാശ്രീ. ഹായ് സർ. ഇത് ന്യൂ ഹസ്ബൻഡ് ആയിരിക്കുമല്ലേ? എല്ലാം അറിഞ്ഞല്ലേ? അങ്കിള് പറഞ്ഞു. എനിവേ, മൈ നെയിം ഈസ് ആൽവിൻ. ഞാൻ ഇവ. ഇത് ഞാൻ അലക്സ്. അല്ലു എന്ന് വിളിക്കും. ഇത് നിന്റെ ബോയ് ഫ്രണ്ടാണോ? അയ്യേ, സാറിന് എങ്ങനെ അവനെ കണ്ടിട്ട് എൻ്റെ ബോയ് ഫ്രണ്ടാണെന്നൊക്കെ പറയാൻ തോന്നുന്നേ? അതെ അതെ, ഈ മാങ്ങാണ്ടി മോറ് കണ്ടിട്ടാണ് എൻ്റെ ഗേൾ ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നത്. മിനിമം എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഒരു സമന്തയുടെ ലുക്കൊക്കെ വേണം. അയ്യോ, നിനക്ക് പ്രണയമൊന്നുമില്ലടി കൊച്ചേ? ഇല്ല. അതെന്താ, പ്രണയിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ? നോ. പിന്നെ ഇത്തിരി പൈങ്കിളിയാണ്, എന്നാലും നമ്മളെ സ്നേഹിക്കുന്നവനില്ലേ, അവനെ നെഞ്ചോട് ചേർത്ത് പറയണം. വഞ്ചിച്ച് കടന്ന് കളയാനല്ല പെണ്ണെ, മരണം വരെ നെഞ്ചോട് ചേർക്കാനാ ഞാൻ നിന്നെ സ്നേഹിച്ചേ എന്ന്. ആഹാ, പ്രണയത്തെക്കുറിച്ച് നല്ല സങ്കല്പങ്ങളുണ്ടല്ലോ. പിന്നല്ലാതെ. ഫ്രണ്ട്സ്. ഓക്കെ. മാണിക്കച്ചിറകുള്ള മാറത്തു കൂറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചുപോയി. ഹേ ഹേ കണ്ടു മനതിര, ഓഹോയ് കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും ഓയ് തന്തിരത്താനേ താനാനേ, തന്തിരത്താനിന്നാനിന്നാനേ, ഓയ് തന്തിരത്താനേ താനാനേ, തന്തിരത്താനിന്നാനിന്നാനേ. ഡി, നീ എത്രയും പെട്ടെന്ന് പാർക്കിലോട്ട് വാ. ഇന്ന് ഞാൻ നിനക്കെൻ്റെ പെണ്ണിനെ കാണിച്ചു തരാം.
എന്ത് പെണ്ണോ? ഞാനില്ല. അത് പറഞ്ഞാലൊന്നും പറ്റില്ല. നീയാണ് എൻ്റെ പെണ്ണിനെ ആദ്യം കാണേണ്ടത്. ഇങ്ങനെയാ അവൻ എൻ്റെ മനസ്സിൽ ഇത്ര ആഴത്തിൽ ഉറച്ചു പോയത്. പോവണം. ഇനിയെങ്കിലും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം അവൻ നിൻ്റേതല്ലെന്ന്. ഹലോ, നീ എവിടെയാ? നീ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. എനിക്ക് പ്രപ്പോസും ചെയ്യാനറിയില്ല. എന്നാലും നീ പറഞ്ഞ പോലെ പറയാം. വഞ്ചിച്ച് കടന്നു കളയാനല്ല പെണ്ണെ, മരണം വരെ നിന്നെ ഞാൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കാനാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട്? ഇവ ഒന്നവിടെ നിന്നേ. എന്താ പപ്പ? ഈ വരുന്ന 12-ന് നിന്റെ മാരേജ് ആണ്. മാരേജോ? ആരോട് ചോദിച്ചിട്ടാ നിങ്ങളിതൊക്കെ ഉറപ്പിച്ചേ? ഇത് ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ ആരുടെ സമ്മതം വേണ്ട. ഇത് നടക്കില്ല. ഞാൻ നിന്റെ പപ്പയാണെങ്കിൽ നടത്തും. ആ, കാണാം. ഇച്ചാനെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? ഇച്ചാൻ വിളിക്കുന്നുണ്ട്. ഹലോ ഇച്ചായ. ഹലോ ഇവ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ആ, എനിക്കും ഇച്ചായനെ കാണണം. എന്താ ഇച്ചായനെ പറയാനുള്ളത്? നീ എന്താ എന്നെ കാണുന്നു പറഞ്ഞേ? ആദ്യം ഇച്ചായൻ പറ. ഓക്കെ, ഈ ബന്ധം ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സോ ലെറ്റ്സ് ബ്രേക്കപ്പ്. ഇച്ചായനെന്താ പറ്റിക്കുവാണോ? നോ ഇവ, ഐ എം സീരിയസ്. എനിക്കെൻ്റെ വീട്ടുകാർ പെണ്ണ് നോക്കുന്നുണ്ട്. നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു. ഇച്ചായ, നമുക്ക് അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഹോ നോക്കിവാ, എനിക്ക് നിന്നെക്കാളും എൻ്റെ വീട്ടുകാരാ വലുത്. സോ പ്ലീസ് ലീവ് മീ. ഇച്ചായ പോവല്ലേ പ്ലീസ്. ഇച്ചാനില്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ കാല് പിടിക്കാം. ഐ ആം റിയലി സോറി, എനിക്ക് പറ്റില്ല.
ഇച്ചായ പോവല്ലേ പോവല്ലേ. എന്താടേ, എന്തു പറ്റി? അവൻക്ക് പിന്നെ വേണ്ടാതായി. ഓരോ രാവും മൂകം തേടി ദൂരെ ദൂരെ പുലരി തൻ രാഗം പാടാനോർത്തു ഏതോ കാവ്യം കാതിൽ ചൊല്ലി വെറുമൊരു വരി മാത്രം ഇവ നീ ഇങ്ങനെ ഇരിക്കല്ലേ, കേരളമിവൻ കഴിഞ്ഞത് കഴിഞ്ഞു. മതി വരുവോളം സഖി ഒരു നാൾ കേരളമിവനിൽ പടരൂ വനലതികയായി മുറുകേ മതി വരുവോളം സഖി. ഇച്ചായ മോൾ ഇത്രയും ദിവസമായിട്ടും വീട്ടിൽ വന്നിട്ടില്ലല്ലോ. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. അവള് കൊച്ചുകുട്ടി ഒന്നുമല്ലല്ലോ, അവള് വന്നോളൂ. അവള് വിവാഹ ദിവസം വരാതിരിക്കുവോ? അവള് വന്നില്ലെങ്കിൽ ഞാൻ അവളെ വരുത്തിക്കും. നീ എന്താ വീട്ടില് വരാത്തെ? ഏയ് ഒന്നുമില്ല. മറ്റന്നാളെ നിന്റെ കല്യാണമാണെന്നറിയാലോ, നാളെ നീ വീട്ടിലുണ്ടായിരിക്കണം. പപ്പ പ്ലീസ്, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് താല്പര്യമില്ല എന്ന്. നീ നാളെ വീട്ടിലെത്തിയില്ലെങ്കിൽ പിന്നെ നീ എന്നെയും നിന്റെ മമ്മയും ജീവനോടെ കാണില്ല. ഞാൻ വരാം. ഞാൻ കാരണം ആരും മരിക്കാൻ നിൽക്കണ്ട. എൻ്റെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന പപ്പയ്ക്ക് എന്താ എൻ്റെ ഈ ഒരു കാര്യത്തിൽ കൂടെ നിൽക്കാത്ത? ആ പഴയ പപ്പയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇച്ചായ എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. മോളാകെ തകർന്നിരിക്കുവോ ഇച്ചായ? നമുക്ക് അവളോട് എല്ലാതും പറഞ്ഞാലോ? ഇപ്പൊ നമ്മൾ അവളോട് എല്ലാതും പറഞ്ഞ നമ്മുടെ സർപ്രൈസ് പൊളിയില്ലേ? കുറച്ചും കൂടി ഒന്ന് ക്ഷമിക്ക്. മുझको പാലക്കൽ തറവാട്ടിലെ അബ്രഹാം മാത്യുവിന്റെയും ട്രേസിയ മാത്യുവിന്റെയും മകളായ ഇവ മാത്യുവിനെ വിവാഹം ചെയ്യാൻ ആൽവിൻ തോമസിന് സമ്മതമാണോ? സമ്മതം. ഗബ്രിയൽ തോമസിന്റെയും ഡെയ്സി തോമസിന്റെയും മകനായ ആൽവിൻ തോമസിനെ വിവാഹം ചെയ്യാൻ ഇവ മാത്യുവിന് സമ്മതമാണ്. നിന്നെ വേണ്ട എന്ന് പറഞ്ഞവളെ കൊണ്ട് തന്നെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയിപ്പിക്കണം. ഇതെന്റെ കുഞ്ഞി ശിക്ഷയെ അവൾക്കുള്ള. സമ്മതമാണോന്ന്? സമ്മതം. ഇവ മോളെ കണ്ണു തുറക്ക്. മോളെ ഇതാ. ചായ വണ്ടി എടുക്ക്. അങ്കിൾ, ഞാൻ കാരണല്ലേ അവൾക്ക്. അല്ല മോനെ, ഞാനാ ഇതിനെല്ലാം കാരണം. കർത്താവെ, എന്റെ കുഞ്ഞൊന്നും വരുത്തരുതേ. ഇടയുടെ കൂടെയുള്ളവർ? ഞങ്ങളാണ് സിസ്റ്റർ. ഓ, നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഡോക്ടർ, ഇവയ്ക്ക് എന്തു പറ്റിയതാ? പോയിസൺ കുടിച്ചതാ. കൃത്യസമയത്തിന് എത്തിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞാൽ റൂമിലോട്ട് മാറ്റും.
അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാം. ഡോക്ടർ, ഹൈവ എന്ന പേഷ്യൻറ്റിനെ കാണാനില്ല. അങ്ങനെ ഇറങ്ങിയതാ ഇവിടുന്ന്. ഓ, ഒരു സിനിമ കണ്ട ഫീല്. അടിപ്പാവി, നീ ഒരു സംഭവമാണല്ലേ. ഹലോ, ഇതാരാണ്? ഇത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. പറഞ്ഞോളൂ. ഈ ആൽവിൻ തോമസ് എൻ്റെ ഭർത്താവാ. ശരിക്കും ഇവൾക്ക് എത്ര ഭർത്താവുണ്ട്? എന്താണ്ട് ഈടി പിശാശേ. അവരെ ഇവിടെ ആക്സിഡൻ്റായി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം. എന്താണ്? എന്തു പറ്റി? ഈ ചായ ഏത് ചായൻ? ചായ ഹോസ്പിറ്റൽ. എന്തു പറ്റി? അറിയില്ല, ആക്സിഡന്റ് എന്നാ പറഞ്ഞ്. ഏത് ഹോസ്പിറ്റലിലാടി? സിറ്റി ഹോസ്പിറ്റലിൽ. എന്നാ വാ. ഇപ്പോൾ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന ആൽവിൻ തോമസ്, സെക്കൻഡ് ഫ്ലോർ ലെഫ്റ്റ് സൈഡ്. ഞങ്ങളിവിടെ നിൽക്കാം, നീ ഡോക്ടറെ കണ്ടുപോര്. മൈ കമിൻ സർ? യോസ്, ഇരിക്കൂ. ആരാണ്? ആൽവിൻ തോമസിനെ ആൽവിയുടെ ഭാര്യയാ. ഓ, ഓക്കെ. ആൾക്ക് കാലിന് നല്ല ഫ്രാക്ചറുണ്ട്, കയ്യിനുണ്ട്. കുറച്ച് ദിവസം ഇവിടെ കിടത്തേണ്ടി വരും. ആളിപ്പോൾ റൂമിലോട്ട് മാറ്റൂ കേട്ടോ. ഡോക്ടർ എന്ത് പറഞ്ഞു? അല്ല, സാറിൻ്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? ഞാൻ അവൻ്റെ അമ്മയെ വിളിച്ചു പറയാം. ഹലോ ഹലോ, ഞാൻ ഇവയാ ആൻറ്റി. മോളെ ഇവ, മോളെ എവിടെയായിരുന്നു? മോൾക്ക് സുഖല്ലേ? മോള് ഞങ്ങളോട് ക്ഷമിക്കണം. അതാ ആൻറ്റി, ആൽവിനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലാണ് ആൻറ്റി. ഒന്ന് വന്നിരുന്നെങ്കിൽ. ഓ അയ്യോ മോളെ, ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ. ഞാനും അവൻ്റെ പപ്പയും UK-യിലാ. ഓ, മോക്ക് വിരോധമല്ലെങ്കിൽ ഒന്ന് നിൽക്കുവോ? അതാ ആൻറ്റി. അപ്പം മോക്ക് സമ്മതമല്ലേ? എന്നാ ശരി മോളെ, കുറച്ച് തിരക്കുണ്ട്. അതാ ആൻറ്റി. ഓ, എന്തു പറഞ്ഞു? എന്നോട് നിൽക്കാൻ അവരിവിടെ ഇല്ലാന്ന്. ആണോ? എന്നാ നീ ഇവിടെ നിന്നോ. അന്നമ്മോ, നീ അവൻ്റെ ഭാര്യയില്ല പെണ്ണേ. തെണ്ടിയാണ്. എന്നാ ഞങ്ങൾ പോവാണേ. ഡീ, ഒന്ന് പോടി. പേഷ്യൻറ്റിനെ റൂമിലോട്ട് മാറ്റിയേക്കണേ. തനിക്ക് ഞാൻ കാരണം ബുദ്ധിമുട്ടായല്ലേ? എങ്കിൽ താൻ മാറ്റി തരുമോ? ഇല്ലല്ലോ, മിണ്ടാതെ കിടന്നോണം. വല്ല വിളച്ചിലുമായി എൻ്റെ അടുത്തെങ്ങാനും വന്ന എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. मिले हैं नसीब से आएगा पल ये फिर कहाँ मैं तो तेरे नाल ही रहना जी हर गम संग तेरे सहना जी जो जग से कहा ना जाए वो मुझको बस तुझसे कहना जी वो नज्म नज्म सा मेरे होठों पे ठहर जा मैं ख्वाब ख्वाब सा तेरी आँखों में जादू रे मोहब्बत लुटाऊंगा मैं छेड़ के मन का साज साज फिर गाऊंगा फिर सबके ഇനി താൻ കിടന്നോ. നിനക്കെന്നെ ശിക്ഷിച്ചത് മതിയായില്ലേ? താൻ കയ്യിൽ നിന്ന് വിട്. ഇത്ര മാത്രം ശിക്ഷിക്കാം? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇനി എനിക്ക് പറ്റില്ലടോ താനില്ലാതെ. ഞാൻ മരിച്ചു പോകും.
അല്ല സ്റ്റോറി പറ. എന്ത് സ്റ്റോറി? ബ്രേക്കപ്പ് സ്റ്റോറി. പട്ടി, തെണ്ടി, ചേറ്റ, ഞാൻ എന്തോരം വേദനിച്ചെന്നറിയോ? ചത്താലെന്ന് വരെ കരുതി. സോറി ഐ എം റിയലി സോറി. അല്ല, ഇനിയൊരു കിസ്സായാലും. ഇതേ മനുഷ്യ 6 മാസത്തേക്കെങ്ങാനും എൻ്റെ ദേഹത്ത് തൊട്ട നിങ്ങൾ വിവരം അറിയും. മോളെ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ലടി. ഇത് നിങ്ങൾക്കുള്ള എൻ്റെ അവസാനത്തെ ശിക്ഷയാ. ഇച്ചായ, ഞാനെന്നാ ഫ്രഷ് ആയിട്ട് വരാവേ. ഇത്തര ഹലോ, എന്താ അയച്ചായ കാര്യങ്ങൾ? കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാണ്. ഈ ഹോസ്പിറ്റൽ കേസ് നാടകമാണെന്ന് അവൾ അറിഞ്ഞ അവൾ ഞങ്ങളെ ജീവനോടെ വെച്ചേക്കില്ല. അതൊന്നും അവൾ അറിയില്ല. എന്നാൽ ശരി. എന്താണ് ആൽവിച്ചായൻ പറഞ്ഞേ? എല്ലാം പെർഫെക്റ്റ് ആണെന്ന്. സമാധാനായി. സമാധാനിക്കാൻ വരട്ടെ. നിങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവളുടെ മുമ്പിൽ നാടകം അറിയാലോ അവളെ വെട്ടിത്തുണ്ടവാക്കും. എന്നാലും എന്തായിരുന്നു നിങ്ങളുടെ അഭിനയം? അതിനേക്കാൾ സാറമ്മയുടെ ആ കാമുകനിച്ചായൻ നീയാണെന്നറിയുമ്പോളാ. കർത്താവേ, നീ തന്നെ തുണ. ഇതെല്ലാം പിന്നെയും അവളിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയും. നീ ആൽവിച്ചായൻ്റെ പെങ്ങളായെന്ന തുണിയെടുക്കാത്ത നഗ്നസത്യം എന്തു ചെയ്യും? അതവൾ അറിയുമ്പോൾ 3 ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുക്കേണ്ടി വരും. ഇതിന് ഞങ്ങളതൊന്നും അവൾ അറിയില്ലല്ലോ. ഞാൻ പറയുമല്ലോ. തെണ്ടി ഒറ്റക്കങ്ങ് പരലോകത്തേക്ക് പോയാൽ പോരെ? പറ്റില്ല, നിങ്ങളും വേണം. ഞാൻ ഒറ്റക്ക് പോയാൽ എനിക്ക് ബോറടിക്കും.